സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്ര രസകരമായിട്ടുള്ള സംഭവങ്ങൾ സമീപകാലത്തും നമ്മൾ കണ്ടിട്ടില്ല. ഒരുപക്ഷെ വി എസ് അച്യുതാനന്ദന് ശേഷം സി എമ്മിനോട് ഏറ്റവും സ്ട്രോങ് ആയിട്ട് സംസാരിച്ച ഒരാളാണ് അൻവർ. ഇത്രയും ഡിഫെൻഡ് ചെയ്തിട്ട്, കാരണം അവർ പാർട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി മെമ്പർ എന്നല്ലെങ്കിലും അവർ ജയിപ്പിച്ച ഒരാളാണെന്നുണ്ടെങ്കിലൊക്കെ അവർ അതിൽ വളരെ കർശനമായിട്ട് തന്നെ അതിനെ അഭിമുഖീകരിക്കും. പക്ഷേ ശേഷി കുറഞ്ഞു. കാരണം ഇന്നലെ സി എമ്മിൻ്റെ പത്രസമ്മേളനത്തിന് ശേഷം ഈ അജിത് കുമാറിനെ ഇപ്പോൾ തൽക്കാലം മാറ്റി നിർത്തില്ല, ശശിയെ ഇപ്പോൾ മാറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അൻവറോട് തിരിച്ചു കൊടുത്ത മറുപടി ഗംഭീരമായി. എന്നാൽ പിടിച്ച് ധനകാര്യ വകുപ്പിൻ്റെ മന്ത്രിയും കൂടി ആക്കുക അജിത് കുമാറിനെ. അതിനർത്ഥം എന്താ? പച്ചയ്ക്ക് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ധനകാര്യ വകുപ്പ്, വ്യവസായ വകുപ്പ്, റവന്യൂ, മുഖ്യമന്ത്രി, ഈ 4 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓർഗനൈസേഷൻ ചാർട്ടിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നവരാണ്. അതിനർത്ഥം എന്നാൽ പിന്നെ നീ പുല്ല് പിടിച്ചിട്ട് നിങ്ങൾ 4 പേരും കൂടി ഇരുന്നോ, നിൻ്റെ കൂടി ഇരിക്കാനുള്ള യോഗ്യത, അയാളുടെ കൂടെ ഇരിക്കാനുള്ള യോഗ്യതയെ നിനക്കുള്ളൂ എന്ന വർത്താനാണ്, കണ്ടവരെ കൂട്ടിക്കുന്നുള്ള വർത്താനാണ് എനിക്ക് അൻവർ പറഞ്ഞതെന്ന് മനസ്സിലായിട്ടുള്ളത്. എന്നാലും 1.5 വർത്താനായി. വേറൊന്ന്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സി പി എമ്മിൽ ഒരു കാലത്തും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. സി പി എമ്മിൻ്റെ മിനിസ്ട്രി നിൽക്കുമ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ പി കെ ശശിയേട്ടനോട് എനിക്ക് ഒരു വിരോധമില്ല. ശശിയേട്ടനെ സംഘടനാപരമായിട്ട് തരം താഴ്ത്തി. അതിൻ്റെ അടുത്ത ദിവസം പോയിട്ട് ഇവരെ മന്ത്രി ഗണേഷ് കുമാർ പോയിട്ട് വാനോളം പുകഴ്ത്തി പ്രസംഗിച്ചപ്പോൾ. അപ്പോൾ പിന്നെ എന്തിനാ തരം താഴ്ത്തിയത്? സാധാരണഗതിയിൽ സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനം അനുസരിച്ച് ഈ പ്രത്യേകിച്ച് ഒറ്റ എം എൽ എ ആണ്, ഇവർക്ക് 99 സീറ്റും ഉണ്ട്, എടുത്ത് പിറ്റേന്ന് രാജിവെക്കാൻ പറയും. ഇതാണ് ചെയ്യുക. ഇതിനൊന്നും പറ്റാത്തത്രയും ദുർബലമായിപ്പോയി. ഇതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവാറില്ല. ഇവരുടെ അവസ്ഥ ഓരോ നേതാക്കന്മാരുടെയും. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയുടെ സ്ഥിതി എന്താ? നമ്മൾ വി എസിനെ കണ്ടിട്ടുണ്ട്, ചടയം ഗോവിന്ദനെ കണ്ടിട്ടുണ്ട്, നായനാരെ കണ്ടിട്ടുണ്ട്, ഒക്കെയുണ്ട്, കോടിയേരിയെ കണ്ടിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി പറയുന്നത് എന്താണെന്ന് മനസ്സിലാവാറില്ല. എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളല്ല, നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഞാനല്ല. പിന്നെ ഇതെന്താ സംഭവം? ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ അത് നിങ്ങളാണ്. നിങ്ങൾ കാണുന്ന ഞാനാണ്. എനിക്കങ്ങനെ അറിയുള്ളൂ. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. വേറൊന്ന്, രാജീവ് സഖാവാണ്. രാജീവ് സഖാവ് പിന്നെ പറയണത് ഒന്നും മനസ്സിലാവില്ല. ഇയാൾ ഏത് ഭാഷയിലാണ് പറയണമെന്ന് അറിയില്ല. ഹീബ്രു ആണോ? ഇവരെയൊക്കെ പ്രസംഗം കേൾക്കണമെന്നുണ്ടെങ്കിൽ ശബ്ദധാരാവലി വെച്ചിട്ട് കേൾക്കണം. പിന്നെ ഒന്ന് എം എ ബേബി 2006 മന്ത്രിയായപ്പോൾ ഈ 1ാം ക്ലാസ്സിലെ കുട്ടികളുടെ പ്രവേശനോത്സവത്തിൽ മസ്തിഷ്ക പ്രക്ഷാളനം എന്ന വാക്ക് ഉപയോഗിച്ചു. അത് ഈ കുട്ടികൾക്ക് എന്ത് മനസ്സിലാകാനാണ്? കുഞ്ഞുങ്ങളെ എന്നൊക്കെ പറയേണ്ടതിന് വരും. അത് ഉദ്ഘാടനം ചെയ്യാം മന്ത്രി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ട്. പിന്നെ ഇ പി സഖാവ് പിന്നെ പാവമാണ്. ഇ പി സഖാവ് ആള് പിന്നെ അങ്ങനെ അപകടകാരിയൊന്നുമല്ല. ആള് പിന്നെ പാർട്ടിക്കൂറുള്ള ആളാണ്, പാർട്ടി സഖാക്കളോട് ഭയങ്കര സ്നേഹമുള്ള ആളാണ്, പാർട്ടിയോട് സ്നേഹമുള്ള ആളാണ്. ഈ വയസ്സുകാലത്ത് കാരണഭൂതനെ പിന്നെ കൊടി കാണിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഇദ്ദേഹമാണ് പിടിച്ച് തള്ളിയത്. അത്രയും പാവമാണ്. ഇടയ്ക്ക് എന്തെങ്കിലും വിവരക്കേട് പറയും. അത് ഈ മീഡിയക്കാർ ഇതും കൊണ്ട് ചെല്ലുമ്പോൾ മോമാലി നല്ല ഫുട്ബോൾ കളിക്കാരനാണ്, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയും. പിന്നെന്നുള്ളത് ഈ മറ്റേ ശിവൻകുട്ടിയാണനും ആള് ശുദ്ധനാണ്. നമ്മളെ പി ഗോവിന്ദപിള്ളയുടെ മകളെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. ശിവൻകുട്ടിയാണൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശിവൻകുട്ടിയാണൻ LLB വരെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ കണക്ക് ഇംഗ്ലീഷും വശമല്ല. ഇംഗ്ലീഷ് അറിയുന്നവർ പറഞ്ഞു കൊടുക്കടാ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇംഗ്ലീഷ് അറിയുമെന്ന് ചോദിച്ച് LLB വരെ പഠിച്ചിട്ട്. പിന്നെ കണക്ക് എങ്ങനെ പറഞ്ഞാലും ഏത് റിസൾട്ട് പറഞ്ഞാലും കണക്ക് തെറ്റും, നോക്കി വായിച്ചാലും തെറ്റും. അപ്പോൾ കണക്കറിയാത്തത് വലിയ കുഴപ്പമൊന്നുമല്ല. കാരണം നിയമം പറഞ്ഞാൽ മതിയല്ലോ. നിയമം അറിയുമെന്ന് എനിക്കറിയില്ല. നിയമം അറിയുന്നുണ്ടെങ്കിൽ നിയമസഭയുടെ ടേബിളിൻ്റെ മേളിൽ കയറിയിട്ട് അഭ്യാസം കാണിക്കില്ല, നിയമസഭയുടെ റൂൾസ് അറിയണമെന്നുണ്ടെങ്കിൽ. എന്നാലും ശിവൻകുട്ടിയാണ് ആൾ പാവമാണ്. പിന്നെ ഉള്ളത് നമ്മളെ കുറച്ചെങ്കിലും മര്യാദയ്ക്ക് സംസാരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് MP രാജേഷ്, സ്വരാജ്, നമ്മളെ ശൈലജ ടീച്ചർ, ഈ K രാധാകൃഷ്ണൻ, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരാണ് കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയുന്നവർ. അവർ നന്നായിട്ട് സംസാരിക്കുന്നവരാണ്, നന്നായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നവരാണ്. ബാക്കിയുള്ള സ്ഥിതി എന്താ? യുവ നേതാക്കന്മാരുടെ അവസ്ഥ എന്താ? ഇപ്പോൾ ഇവരെല്ലാം ഈ പ്രായമുള്ളവരുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. MP ഗോവിന്ദ മാഷത്തും ഈ രാജീവിൻ്റെതും ശിവൻകുട്ടിയുടെയും ബേബിയുടെയൊക്കെ പറഞ്ഞു. പിന്നെ ഒന്ന് നമ്മളെ ചിന്ത ചേച്ചി പറഞ്ഞത് നമുക്കറിയാലോ. ആശുപത്രിയിൽ മരുന്നില്ലെങ്കിൽ എന്താ പൊതിച്ചോറില്ലെന്ന് ചോദിച്ചില്ലേ? ഇത് ഹോട്ടലാണോ? ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് ആൾക്കാർ. പിന്നെ നമ്മളെ റഹീം സഖാവാണ്. റഹീമിനെ പിന്നെ എനിക്കൊരു കാര്യത്തിൽ ഇഷ്ടമാണ്. റഹീമിൻ്റെത് മതേതര വിവാഹമാണ്, ഇൻ്റർകാസ്റ്റ് മാരേജാണ്. അവർ മതേതരമായിട്ട് തന്നെ ജീവിക്കുന്നുണ്ട്. ആ ഒരു കോംപ്രേഷൻഷിപ്പ് എന്ന് പറയുന്നത് നല്ല കാര്യമാണ്.
പക്ഷേ പാർലമെൻറ്റിൽ പോയി കഴിഞ്ഞാൽ മൈ ഫാദർ ഈസ് യുവർ ഫാദർ ഈസ് മൈ മദർ, മൈ വൈഫ് ഈസ് മൈ സിസ്റ്റർ, ഓൾ ഇന്ത്യൻസ് ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഇതാണ് പറയുന്നത്. ഇവർക്ക് എന്തവർക്കൊക്കെ പറ്റുന്നതെന്ന് അറിയില്ല. പിന്നെ നമ്മുടെ ജയിക്കുണ്ട് വിമാനത്താവളത്തിൻ്റെ വില എത്രയാണ്. ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. പിന്നെ ഈ ഇങ്ങനെ ചില ആൾക്കാരുണ്ട്, ഈ ഉത്തരേന്ത്യയിലുള്ള ചില ആൾക്കാരൊക്കെ ഗോമൂത്രം കുടിക്കും രാവിലെ എഴുന്നേറ്റ. ഈ ഗോമൂത്രത്തിന് ഔഷധ മൂല്യമുണ്ടെന്ന് വിശ്വസിക്കുന്നത് അവിടെയുള്ളതിനൊക്കെ ഉണ്ടാവും. കാരണം ഈ മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ കഴിക്കുമ്പോഴാണ് ഔഷധ ഗുണം ഉണ്ടാവുന്നത്. എന്നിട്ട് വരുന്ന മൂത്രത്തിന് അത് പണ്ട് കാലത്ത് തൊട്ടേ ഗോമൂത്രം മരുന്നിലൊക്കെ ചേർക്കായിരുന്നു. പക്ഷേ അത് നാടൻ പശുക്കളാവണം. നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഈ ക്രോസ് ഇനങ്ങളിലൊക്കെ വരുന്ന പശുക്കൾ, ജേഴ്സി ആണെങ്കിലും മറ്റേ ഹോൾസ്റ്റീൻ ആണെങ്കിലും ഇങ്ങനെയുള്ള പശുക്കളൊക്കെ നമ്മളിതിന് കൊടുക്കുന്നത് നാടൻ പുല്ല് പോലുമല്ല. പുല്ലില്ല നമ്മുടെ നാട്ടിൽ. ഈ ഫാമുകളിലൊക്കെ കൊടുക്കുന്നത് ഹൈബ്രിഡ് പുല്ലുകളാണ്. ഈ CO3 CO4 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോയമ്പത്തൂർ കാർഷിക സർവകലാശാല പിന്നെ ഇറക്കിയിട്ടുള്ള ഈ പുല്ലുകളാണ് കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്തിട്ട് വെട്ടി കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഈ ഉത്തരേന്ത്യയിലേക്കുള്ളൊരു ചോറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുക. പക്ഷേ ഇവിടെ നമ്മൾ പിന്നെ ഇപ്പോൾ പിണ്ണാക്ക് പോലും കൊടുക്കുന്നില്ല, പെല്ലറ്റൊക്കെ കൊടുക്കുക. പെല്ലറ്റ്, പിയർ വേസ്റ്റ് ഇങ്ങനെയുള്ളതൊക്കെ. അതിനൊന്നും ഔഷധ ഗുണമില്ല. അപ്പം അതുപോട്ടെ, ഗോമൂത്രത്തിൻ്റെ കഥ അവിടെ വിടാം, അത് നമുക്ക് വേറെ സ്റ്റോറി ചെയ്യാം. ഗോമൂത്രം കുടിക്കുന്നവരുണ്ട്. നമ്മളെ കൊല്ലം തുളസി ചേട്ടനാണെങ്കിൽ സ്വന്തം മൂത്രം കുടിക്കുന്നത്. അതിനും ഔഷധ ഗുണം ഉണ്ടെന്നാണ് പുള്ളി വിശ്വസിക്കുന്നത്. പിന്നെ പുള്ളി കുടിക്കുന്നത്. പിന്നെ പുള്ളി സിഗരറ്റ് വലിക്കാത്ത ആളാണ്, കള്ളു കുടിക്കാത്ത ആളാണ്. അതുകൊണ്ട് ചിലപ്പോൾ ദോഷമൊന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ മരപ്പട്ടിയുടെ മൂത്രം ഒരിക്കലും കുടിക്കരുത്. ഈ മരപ്പട്ടിയുടെ മൂത്രം കുടിക്കുമ്പോഴേ കുഴപ്പമൊക്കെ ഉണ്ടാവണേ. ഈ പുള്ളി തന്നെയാണല്ലോ പറഞ്ഞത്, മരപ്പട്ടി മേളിൽ നിന്ന് മൂത്രമൊഴിക്കും കൃത്യമായി ലക്ഷ്യം വെച്ച്. അതിനറിയാം അവിടെ മൂത്രമൊഴിക്കണം എന്നുള്ളത് കൃത്യമായിട്ട്. ഇത് നേരെ ഈ ഗ്ലാസ്സിലോട്ട് മൂത്രമൊഴിക്കും. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ രാവിലെ ഇതെടുത്ത് കുടിക്കരുത്. ഇതെടുത്ത് കുടിക്കുമ്പോൾ ചില കുഴപ്പങ്ങൾ പറ്റും. അങ്ങനെയുണ്ട്. കാരണം ഈ ബുദ്ധിജീവികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നം തന്നെ, ബുദ്ധി കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര അപകടമാണ്. ചിലപ്പോൾ മരപ്പട്ടിയുടെ മൂത്രത്തിന് ഔഷധ ഗുണം ഉണ്ടാവുമായിരിക്കും, എന്നാലും ഇത് കുടിക്കരുത്. പിന്നെ മരപ്പട്ടികളുടെ കൂടെയാണ് സഹവാസം. മരപ്പട്ടിക്കറിയാം അവിടെ താമസിക്കണം എന്നുള്ളത്. നമ്മുടെ ഒന്നും വീട്ടിൽ മരപ്പട്ടി വരുന്നില്ല. മരപ്പട്ടിക്കറിയാം അവിടെ താമസിക്കണം എന്നുള്ളത് കൃത്യമായിട്ട്, അതും ഇത്രയും അതീവ സുരക്ഷയുള്ള സ്ഥലത്ത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഉപദേഷ്ടാക്കളെ വെച്ചിട്ടുണ്ട്, ഒക്കെ മരപ്പട്ടികളാണ്. കഴിഞ്ഞ മന്ത്രിസഭയുടെ സമയത്ത് ശ്രീവാസ്തവ, ഗീതാ ഗോപിനാഥൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇന്നലെ സംസാരിച്ചതും ചില മരപ്പട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കുറേ ഉപദേഷ്ടാക്കളുണ്ട്, അവരുടെ ഉപദേശം കേൾക്കരുത്. മരപ്പട്ടികളുടെ ഉപദേശം ആരും കേൾക്കാറില്ല. എന്തിനെത്ര ഉപദേഷ്ടാക്കളെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടിക്കോ VSനോ പിന്നെ ബാക്കിയുള്ള മുഖ്യമന്ത്രിമാർക്കൊക്കെ ഇത്ര ഉപദേഷ്ടാക്കളൊന്നും ഉണ്ടായിട്ടില്ല. അവർക്ക് പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടാവും, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടാവും. ആ ഒരു ഹയറാർക്കിയിൽ പിന്നെ 10-27 സ്റ്റാഫ് ഉണ്ടാവും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഈ മരപ്പട്ടികളൊക്കെ പിടിച്ച് ഇതാക്കുമ്പോഴുള്ള കുഴപ്പമാണ്. ഇപ്പോൾ ഒരു മരപ്പട്ടി അവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് ഡൽഹിയിൽ, ഉപദേഷ്ടാവാ, ക്യാബിനറ്റ് റാങ്കിൽ, തിരുതാ തോമാച്ചൻ. ഈ തിരുതാ തോമാച്ചൻ ആ പേര് കിട്ടിയത് ഭയങ്കര രസമാണ്. തിരുതാ തോമാച്ചൻ്റെ പേര് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് വീട്ടിൽ തിരുതയൊക്കെയുണ്ട്. അദ്ദേഹം പാർലമെൻറ്റിൽ പോയപ്പം രാജീവിൻ്റെ മരണത്തിന് ശേഷം ഇദ്ദേഹം ഇവിടുന്നിട്ടും ഈ തിരുതയ്ക്ക് വില കൂടുതലാണ്. ഇയാളാണെങ്കിൽ ഒരു മനുഷ്യന് കാലിച്ചായ മേടിച്ചു കൊടുക്കാത്ത അത്രയും പിശുക്കലാണ്. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യും, മത്തി മേടിക്കും, നമ്മളെ ചാള, ഇത് മേടിച്ചു പോകും. ഇത് മേടിച്ചു കൊണ്ടുപോയി 10ാം നമ്പർ ജനപഥത്തിൽ അന്ന് ഏറ്റവും കൂടുതൽ ആക്സസ് ഉള്ള ആൾ കേരളത്തിൽ നിന്ന് പുള്ളിക്കായിരുന്നു, ഏറ്റവും വലിയ അടുപ്പുണ്ടായിരുന്നത്. അപ്പം അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് ഇത് തിരുതയാണെന്ന് പറഞ്ഞു. മറ്റൊരു തിരുതാന്ന് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. ഇത് തിരുതയാണെന്ന് എഴുതി. ഇത് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ നെയ്യുള്ള സമയത്ത്. അപ്പോൾ ഇവിടുന്ന് 20 രൂപയ്ക്ക് 10 രൂപയ്ക്കൊക്കെ അന്ന് മീൻ കിട്ടുന്ന സമയമാണ്. ഇപ്പോഴത്തെ മാതിരിയല്ലല്ലോ, ഇത്ര വറുതിയൊന്നുമില്ല. ഈ മീൻ കൊണ്ടുപോയി കൊടുക്കും. ഇതുവർ വെച്ചു കഴിച്ചു. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായി. രാവിലെയും പ്രിയങ്കയ്ക്കും ഭയങ്കര ടേസ്റ്റ്. അങ്ങനെ ഇയാൾ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും പാർലമെൻറ്റ് സെഷൻ ചെല്ലുമ്പോൾ ഇത് വാങ്ങിക്കൊണ്ടേ കൊടുക്കാൻ പറയും. ഈ മത്തിയ കൊണ്ടേ കൊടുക്കണത്. അങ്ങനെ ഇവരിത് വെച്ച് കഴിച്ചിട്ട് കുട്ടികളെ അവസാനം പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, അമ്മ ആ അങ്കിളിനെ കേന്ദ്രമന്ത്രിയാക്കണം എന്ന് പറഞ്ഞു. അന്ന് അമ്മയാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ കേന്ദ്രമന്ത്രി ആക്കി. പക്ഷേ ഇത് കഴിഞ്ഞ് കുറച്ച് കൊല്ലം കഴിയുമ്പോഴാണ് ഈ KCക്ക് അവിടെ ആക്സസ് കിട്ടുന്നത്. ജനപഥത്തിൽ KC അടുപ്പക്കാരനായിട്ട് മാറുന്നത്. അപ്പോൾ KC ഇത് കണ്ടപ്പോൾ പറഞ്ഞു, ഇതവിടെ ചീപ്പായിട്ട് കിട്ടുന്ന സാധനമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ദേഷ്യമായി. ഇവർക്ക് കാരണം ഇവരെ പറ്റിച്ചു എന്നുള്ളതാണല്ലോ വന്നത്. അഭിമാന പ്രശ്നമായി. കാരണം അവരിവിടെ വരുമ്പോൾ ഈ പരിപ്പ് വട, ബോണ്ട എന്നൊക്കെ പറഞ്ഞ് കയറി കഴിക്കുന്നതല്ലാതെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവരെ ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതാണ്. അപ്പോൾ KC പറഞ്ഞു, ഞങ്ങളവിടെ നെയ്മീൻ, കരിമീൻ അതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് കാണിച്ചു.
അപ്പോൾ ഇവർക്ക് മനസ്സിലായി പറ്റിച്ചു എന്നുള്ളത്. അങ്ങനെയാണ് ഇയാളെ എടുത്ത് പുറത്തിട്ടത്. 2014 സീറ്റ് കൊടുക്കാതിരുന്നത്. എന്നിട്ട് ആ മരപ്പട്ടീനെ പിടിച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ക്യാബിനറ്റ് റാങ്കിൽ ഇരുത്തിയിരിക്കുക. ഇയാളിങ്ങനെ ഈ മരപ്പട്ടികളെല്ലാം ഒന്ന് ഒഴിവാക്കുക. എന്താ ഇപ്പം പറയുക, ഭയങ്കര രസമാണ് കഥകൾ. ഓക്കെ.